പാലക്കാട് ബിജെപിയിൽ ഭിന്നത. നഗരസഭയുടെ കെട്ടിടത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ ബിജെപിയിൽ ഭിന്നത. എതിർപ്പുമായി RSS രംഗത്ത്. RSSന്റെ അനുമതി വാങ്ങാതെയാണ് പേര് നൽകിയതെന്ന് നേതാക്കൾ പറയുന്നു. സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, ആ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ BJPക്കുള്ളിലും ഭിന്നത എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. എന്താണ് ഒരു വിഭാഗം പറയുന്നത്? RSSന്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? വിനിഷ, കടുത്ത ഭിന്നതയാണ് BJPയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം RSS കടുത്ത നിലപാട് എടുത്തു എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് RSS നേതാവായിട്ടുള്ള ഹെഡ്ഗേവാറിന്റെ പേര് നൽകി. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് പാലക്കാട് ഉയർന്നത്. ആ വിഷയത്തിലാണ് കെട്ടിടത്തിന് പേര് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ RSS കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുള്ളത്. കാരണം RSS നേതാക്കളുടെ പേര് നൽകുമ്പോൾ RSS സംസ്ഥാന ദേശീയ നേതൃത്വത്തിന്റെ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമാണ് അത്തരത്തിൽ പേര് നൽകാൻ പാടുള്ളൂ എന്നാണ് നേതാക്കൾ നഗരസഭയിലെ BJP നേതാക്കളെ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJPക്കെതിരെ RSS ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ അഖിലേന്ത്യാ തലത്തിലടക്കം രാജ്യം ഭരിക്കുന്ന BJP ഇത്രയും വർഷമായിട്ട് പോലും RSS നേതാക്കളുടെ പേര് ഒരു സ്ഥാപനത്തിന് പോലും നൽകിയിട്ടില്ല. ഇത്തരം RSS നയത്തിന് വിരുദ്ധമായ നിലപാടാണ് പാലക്കാട്ടെ BJP സ്വീകരിച്ചിട്ടുള്ളത് എന്ന കടുത്ത അതൃപ്തി തന്നെയാണ് RSS നേതൃത്വം ഇപ്പോൾ BJP നേതാക്കളെ അറിയിച്ചിട്ടുള്ളത് എന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ പാലക്കാട്ടെ BJPയിലും ഒരു വിഭാഗം ഈ RSS നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അവരും പറയുന്നത് നഗരസഭയിലെ ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങളുടെ പുറത്താണ് ഇത്തരത്തിൽ പേര് നൽകിയത്. അതിനാൽ തന്നെ അത് അംഗീകരിക്കാൻ പാടില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. BJPയിലും കടുത്ത ഭിന്നത ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ RSS നേതാവിന്റെ പേര് ഭിന്നശേഷി സൗഹൃദ കെട്ടിടത്തിന് നൽകുന്നതിനെതിരെ DYFIയുടെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധമാണ് ഈ കെട്ടിടത്തിന് പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വിനിഷ, RSS അതൃപ്തിയായാലും ഇല്ലെങ്കിലും RSSന്റെ അനുമതി നൽകിയാലും ഇല്ലെങ്കിലും തോന്നിവാസമല്ലേ പാലക്കാട് നഗരസഭ കാണിച്ചു വെക്കുന്നത്? ഇത്തരത്തിൽ ഏതെങ്കിലും അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് അവരുടെ തോന്നിയ രീതിയിലുള്ള ഒരു നാമകരണം നടത്താനുള്ള വേദിയോ ഒന്നുമല്ല ഒരു നഗരസഭയുടെ കെട്ടിടം എന്ന് പറയുന്നത്. തോന്നിയ രീതിയിൽ തോന്നിയ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവരുടെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള സ്ഥലം കൂടിയല്ല നഗരസഭ. ഏതെങ്കിലും ഒരു നഗരസഭയുടെ അധികാരം അവർക്കുണ്ട് എന്ന് കരുതിയിട്ട് തോന്നിയ പോലെ കളിക്കാനുള്ളതല്ലല്ലോ ഈ നഗരസഭ എന്ന് പറയുന്നത്. നഗരസഭ ഉണ്ടാക്കുന്ന പദ്ധതികളും ആ പദ്ധതികൾക്കൊക്കെ അവരുടെ രാഷ്ട്രീയ നേതാക്കളുടെ പേര് നൽകുക എന്ന് പറയുന്നതും. വിനിഷ, മുൻപോ അതായത് തെരഞ്ഞെടുപ്പിൽ ഭരണം ലഭിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് RSSന്റെയും അതുപോലെ തന്നെ BJPയുടെയും പ്രവർത്തകർ നഗരസഭയ്ക്ക് മുകളിൽ ജയ് ശ്രീറാം എന്ന ഫ്ലക്സ് ഉയർത്തിയത്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം അന്ന് ഉയർന്നിരുന്നു. DYFIയുടെ നേതൃത്വത്തിലായിരുന്നു ആ ഫ്ലക്സ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ പതാക അവിടെ ഉയർത്തിക്കൊണ്ട് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അന്ന് ഉയർത്തിയത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. കാരണം ഹെഡ്ഗേവാറിന്റെ പേര് നാമകരണം ചെയ്ത ശിലാഫലകം അടക്കം DYFI പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു. ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെ RSSന്റെ നേതാവിന്റെ പേര് നഗരസഭയുടെ കെട്ടിടത്തിന് നൽകുന്നതിനെതിരെ പാലക്കാട് ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, വിനിഷ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു RSS നേതാവിന്റെ പേര് അവരുടെ RSSന്റെ പോലും അനുമതിയില്ലാതെ പാലക്കാട് നഗരസഭ സ്വയം ഇടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. രാവിലെ നഗരസഭ വൈസ് ചെയർമാൻ കൂടെ പറഞ്ഞിട്ടുള്ളത് ഇത് നഗരസഭ കൗൺസിലിൽ പോലും വെച്ചിട്ടില്ല. ഇത്തരത്തിൽ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു അനുമതിക്ക് നഗരസഭ കൗൺസിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന കാര്യവും നഗരസഭയുടെ വൈസ് ചെയർമാൻ പോലും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നഗരസഭയിൽ ചില നേതാക്കളുടെ, അതായത് ചെയർമാന്റെ വിവേചന അധികാരം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ കെട്ടിടത്തിന് പേര് നൽകിയത് എന്നാണ് വൈസ് ചെയർമാൻ അടക്കം ഉന്നയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ രീതിയിൽ RSSന്റെ ഭാഗത്തു നിന്ന് എതിർപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇനി വരും ദിവസങ്ങളിൽ BJPയിലെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചില വ്യക്തികൾ ഇത്തരം ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് BJPയിൽ തന്നെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പാലക്കാട് ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിനിഷ, തീർച്ചയായും അത്തരത്തിലുള്ള പ്രതിഷേധം ഉയരേണ്ട സാഹചര്യം കൂടെ തന്നെയാണ്. സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.